ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ചാപ്റ്റർ 1 ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. In class 6, you learned that food is essential for all living organisms. You also learned that carbohydrates, proteins, fats, vitamins and minerals are components of food. These components of food are called nutrients and are necessary for our body. അപ്പോൾ ക്ലാസ് 6ൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഫുഡ് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിന് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നല്ലേ. അതുപോലെ തന്നെ ഫുഡിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഏതൊക്കെയാണ് കമ്പോണൻസ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസും മിനറൽസും അല്ലേ. അപ്പോൾ കമ്പോണൻസ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിനകത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഫുഡിൻ്റെ കമ്പോണൻസിനെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്? കാരണം ഇത് നമ്മുടെ ബോഡിക്ക് അത്ര അധികം അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫുഡ് കമ്പോണൻസിനെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അത്ര നെസസറി ആയിട്ടുള്ള കാര്യവുമാണ്. All living organisms require food. Plants can synthesize food for themselves, but animals, including humans, cannot. They get it from plants or animals that eat plants. Thus, humans and animals are directly or indirectly dependent on plants. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ഫുഡ് വേണം അല്ലേ. എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഫുഡ് അത്ര എസെൻഷ്യലാണ് അല്ലെങ്കിൽ അത്ര നെസസറി ആണ്. പ്ലാന്റ്സിന് സ്വയം ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ആനിമൽസിനോ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർക്കോ ഒന്നും ഈ ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് സ്വയം ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പ്ലാന്റ്സ് സ്വന്തമായിട്ടാണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്, പക്ഷേ ആനിമൽസിന് അത് സാധിക്കത്തില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ആനിമൽസിന് അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻസിനാണെങ്കിലും ഫുഡ് ലഭിക്കുന്നത്? പ്ലാന്റ്സിൽ നിന്നാണ് അല്ലേ. അല്ലെങ്കിൽ ഈ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ആനിമൽസിൽ നിന്നും. ഓക്കെ, ഈ കാർണിവോസ്, ഒംനിവോസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുകളൊക്കെ ഉണ്ടല്ലേ. അതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പം പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നു, ആനിമൽസിന് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഫുഡ് കിട്ടുന്നത് ഈ പ്ലാന്റ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സ് കഴിക്കുന്ന ആനിമൽസിനെ മറ്റ് ആനിമൽസ് കഴിച്ച് ആ ആനിമൽസിന് അങ്ങനെയും ഫുഡ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു വിധത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹ്യൂമൻസും ആനിമൽസും ഒക്കെ ഒന്നുകിൽ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് അല്ലേ. ഡയറക്റ്റായിട്ട് പ്ലാന്റ്സ് കഴിച്ച് ജീവിക്കുന്ന ആനിമൽസ് ഉണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സിനെ കഴിക്കുന്ന ആനിമൽസിനെ തിന്ന് ജീവിക്കുന്ന ആനിമൽസും ഉണ്ട് അല്ലേ. അപ്പം ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് പ്ലാന്റിനെ നിന്ന് ഫുഡ് എടുക്കുന്ന ആ ഒരു കേസാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കേസ് ഈ ആനിമൽസെ കഴിക്കുന്നതിലൂടെ ഇൻഡയറക്റ്റായിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സിൽ നിന്ന് ഫുഡ് എടുക്കുന്നത് അല്ലേ. അപ്പം ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ ഈ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാ ആനിമൽസും ഈ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. Plants are the only organisms that can prepare food for themselves by using water, carbon dioxide and minerals. The raw materials are present in their surroundings. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് പ്ലാന്റ്സിന് മാത്രമേ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കഴിവുള്ളൂ എന്ന്. എങ്ങനെയാണ് പ്ലാന്റ്സ് ഈ ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്? അവരുടെ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ഈ റോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ആ റോ മെറ്റീരിയൽസ്? വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, മിനറൽസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്നത്. The nutrients enable living organisms to build their bodies, to grow, to repair damaged parts of their bodies and provide the energy to carry out life processes. അപ്പം ഈ ന്യൂട്രിയൻസ് അതെന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര എസെൻഷ്യൽ ആണെന്ന് പറയുന്നത്? കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ചെയ്യാനായിട്ടുള്ള കഴിവ് ഈ ന്യൂട്രിയൻസിനുണ്ട്. എന്തൊക്കെയാണത്? ടു ബിൽഡ് ദെയർ ബോഡീസ്, ബോഡി ബിൽഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ടു ഗ്രോ, പിന്നെ ടു റിപ്പയർ ഡാമേജ്ഡ് പാർട്സ് ഓഫ് ദ ബോഡീസ്, പിന്നെ ടു പ്രൊവൈഡ് ദി എനർജി ടു ക്യാരി ഔട്ട് ലൈഫ് പ്രോസസ്സസ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ന്യൂട്രിയൻസ് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ന്യൂട്രീഷൻ ഈസ് ദ മോഡ് ഓഫ് ടേക്കിംഗ് ഫുഡ് ബൈ ആൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ബൈ ദി ബോഡി. അപ്പോൾ എന്താണ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ന്യൂട്രീഷൻ എന്ന് ചോദിച്ചാൽ ഈ ഒരു സെൻറ്റൻസ് വേണം നമ്മൾ എഴുതാനായിട്ട്. എന്താണ് ന്യൂട്രീഷൻ? ഒരു ഓർഗാനിസം എങ്ങനെയാണ്
ഫുഡ് എടുത്തതിന് ശേഷം എങ്ങനെയാണ് ബോഡി ഈ ഫുഡിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഏത് മോഡിലൂടെയാണ് ഒരു ഓർഗാനിസം ഫുഡ് എടുക്കുന്നത്, അതിനെ എങ്ങനെയാണ് ബോഡി പിന്നീട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വൈ ന്യൂട്രിയൻസ് ആർ എസെൻഷ്യൽ എന്ന് ചോദിച്ചാൽ ഈ ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് എഴുതാൻ സാധിക്കും അല്ലേ. ന്യൂട്രിയൻസ് ഈ 4 കാര്യങ്ങൾ നമുക്കായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ന്യൂട്രിയൻസ് എസെൻഷ്യൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ന്യൂട്രീഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസും എഴുതാനായിട്ട് സാധിക്കും. The mode of nutrition in which organisms make food themselves from simple substances is called autotrophic. Auto, self, trophos, nourishment. അപ്പോൾ നമ്മളിവിടെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സിമ്പിൾ സബ്സ്റ്റൻസസ് ഉപയോഗിച്ച് ഒരു ഓർഗാനിസം സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ മോഡ് ഓഫ് ന്യൂട്രീഷനെയാണ് നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ്, സ്വയം. ട്രോഫോസ് എന്ന് പറഞ്ഞാൽ നറിഷ്മെൻറ്റ്. അപ്പം സെൽഫ് നറിഷ്മെൻറ്റ് എന്നാണ് ഓട്ടോട്രോഫിക് എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ മീനിങ്. അതായത് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മുടെ പ്ലാന്റ്സിനെ പറയാനായിട്ട് സാധിക്കും അല്ലേ. ഓട്ടോട്രോഫിക് പ്ലാന്റ്സ് ധാരാളം നമുക്ക് ചുറ്റുപാടുമുണ്ട്. അപ്പം ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഈ പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത് അല്ലേ. അപ്പം സ്വയം ഫുഡ് കണ്ടെത്തുന്ന ഓർഗാനിസത്തിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ മോഡ് ഓഫ് ന്യൂട്രീഷനെയാണ് നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. Therefore plants are called autotrophs. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഓട്ടോട്രോഫ്സ് ആണല്ലേ. അപ്പോൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉള്ള ഓർഗാനിസം എന്താണോ അതിനെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബിഗസ്റ്റ് എക്സാമ്പിളാണ് ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. Animals and most other organisms take in food prepared by plants. They are called heterotrophs. ആനിമൽസും അതുപോലെ തന്നെ മറ്റു ഓർഗാനിസംസൊക്കെ എന്താ ചെയ്യുന്നത്? ഈ പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്ത ഫുഡ് അതേപടി അങ്ങ് എടുക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ മോഡ് ഓഫ് ന്യൂട്രീഷനെയാണ് നമ്മൾ ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഓർഗാനിസത്തിനെ നമ്മൾ ഹെട്രോട്രോഫ്സ് എന്നും പറയും. ഹെട്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ എന്നാണ്. അതായത് അതേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ന്യൂട്രീഷൻ എടുക്കുന്ന ആ ഒരു മോഡിനെയാണ് നമ്മൾ ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ന്യൂട്രിയൻസ് എന്തുകൊണ്ടാണ് എസെൻഷ്യൽ എന്ന് ഉള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ വാട്ട് ഡു യു മീൻ ബൈ ന്യൂട്രീഷൻ, വാട്ട് ആർ ദ 2 മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്താണെന്ന് ചോദിച്ചാലും ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്താണെന്ന് ചോദിച്ചാലും നമുക്കിപ്പോൾ പറയാനായിട്ട് അറിയാം. Now we may ask where the food factories of plants are located. Whether food is made in all parts of a plant or only in certain parts. How do plants obtain the raw materials from the surroundings? How do they transport them to the food factories of plants? ഇവിടെ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ മനസ്സിലിപ്പോൾ തോന്നുന്ന അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ ഫുഡ് ഫാക്ടറി എന്ന് പറയുന്നത് എവിടെയാണ്? ഈ റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് പ്ലാന്റ്സ് പുറത്തു നിന്ന് എടുക്കുന്നത്? അത് വെച്ച് എങ്ങനെയാണ് ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? എല്ലാ പാർട്സിലും, ഒരു പ്ലാന്റിൻ്റെ എല്ലാ പാർട്ടിലും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അതോ ഒരു പർട്ടിക്കുലർ പോർഷനിൽ മാത്രമായിട്ടാണോ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? അതുപോലെ തന്നെ എവിടെയാണ് ഈ ഫുഡ് ഫാക്ടറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരമാണ് ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫോട്ടോസിന്തസിസ്, ഫുഡ് മേക്കിംഗ് പ്രോസസ്സ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോണത്. ലീവ്സ് ആർ ദ ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ഫുഡ് എവിടെയാണ് ഒരു പ്ലാന്റിൽ ഉണ്ടാക്കുന്നത്? ലീവ്സിലാണല്ലേ. അപ്പോൾ പ്ലാന്റിൻ്റെ ഫുഡ് ഫാക്ടറി എന്ന് പറയുന്നത് ലീവ്സ് ആണ്. ഇവിടെയാണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. Therefore all the raw materials must reach the leaf. Water and minerals present in the soil are absorbed by the roots and transported to the leaves. അപ്പം നമുക്കറിയാം ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ഏതൊക്കെയാണ് ആ റോ മെറ്റീരിയൽസ്? വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ പ്ലാന്റിന് അത്യാവശ്യമാണ്, എങ്കിൽ മാത്രമേ ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ റോ മെറ്റീരിയൽസൊക്കെ ലീഫിലേക്ക് എത്തിക്കണം, കാരണം ലീഫിൽ വെച്ചാണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാട്ടറും മിനറൽസും ഒക്കെ സോയിലാണ് കാണപ്പെടുന്നത്. സോയിലിൽ നിന്ന് റൂട്ടിൻ്റെ സഹായത്തോടു കൂടി ഇത് വലിച്ചെടുക്കുകയും പിന്നീട് അത് ലീവ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് വാട്ടർ മിനറൽസും ലീവ്സിലേക്ക് എത്തുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം എയർ ഈസ് ടേക്കൺ ഇൻ ത്രൂ ദ ടൈനി pores present on the surface of leaves. These pores are surrounded by guard cells. Such pores are called stomata.
ഇനി അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. എങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിലേക്ക് എത്തുന്നത്? ലീഫിൻ്റെ തന്നെ സൈഡിലുള്ള ടൈനി പോസിലൂടെ, ലീഫിൻ്റെ സർഫസിൽ ടൈനി പോസ് ഉണ്ട്. ആ ടൈനി പോസിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ലീഫ് ഉള്ളിലേക്ക് എടുക്കുന്നത്. ഈ പോസ്, അതിന് ചുറ്റും ഗാർഡ് സെൽസ് ഉണ്ട്. അങ്ങനെയുള്ള ഈ പോസിനെയാണ് നമ്മൾ സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലീഫിൻ്റെ സർഫസിൽ പോസ് ഉണ്ട്. ആ പോസിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് എടുക്കുന്നത്. ഈ പോസിന് ചുറ്റും ഗാർഡ് സെൽസ് ഉണ്ട്. അങ്ങനെയുള്ള ഈ പോസിനെ നമ്മൾ സ്റ്റൊമേറ്റ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റൊമേറ്റ എന്ന് ചോദിച്ചാൽ ഇത് വേണം നമ്മൾ എഴുതാനായിട്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ റോ മെറ്റീരിയൽസ് ലീഫിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ പറയാനറിയാം അല്ലേ. ഈ സോയിലിൽ കാണപ്പെടുന്ന വാട്ടറും മിനറൽസും റൂട്ട് അബ്സോർബ് ചെയ്ത് ലീഫിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ലീഫിലൂടെ തന്നെ അകത്തേക്ക് വരുന്നു. ആ ടൈനി പോസിലൂടെ, സ്റ്റൊമേറ്റയിലൂടെ അകത്തേക്ക് വരുന്നു. സെൽസ്. യു ഹാവ് സീൻ ദാറ്റ് ബിൽഡിങ്സ് ആർ മെയ്ഡ് ഓഫ് ബ്രിക്സ്. സിമിലർലി ദ ബോഡീസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് ഓഫ് ടൈനി യൂണിറ്റ്സ് കോൾഡ് സെൽസ്. നമ്മളൊരു ബിൽഡിങ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ബിൽഡിങ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. ഒരുപാട് ബ്രിക്സ് കൂടി ചേർന്നാണ് ഒരു വലിയൊരു ബിൽഡിങ് നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൽ ഒരു ടൈനി യൂണിറ്റ് കൂടി ചേർന്നാണ് ഇത്രയും വലിയ ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഇത്രയും വലിയ ലിവിങ് ഓർഗാനിസം ഉണ്ടാവുന്നത്. ആ ടൈനി യൂണിറ്റിൻ്റെ പേരാണ് സെൽസ്. അപ്പോൾ എങ്ങനെയാണോ ഒരു ബിൽഡിങ്ങിൽ ബ്രിക്ക്, അതുപോലെ തന്നെയാണ് ലിവിങ് ഓർഗാനിസത്തിലെ ഈ ടൈനി യൂണിറ്റായ സെൽ എന്ന് പറയുന്നത്. സെൽസ് ക്യാൻ ബി സീൻ ഓൺലി അണ്ടർ ദി മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ ഈ സെല്ല് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അത്രയ്ക്ക് ചെറുതാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയ്ക്ക് ചെറുതാണിത്, നമ്മുടെ കണ്ണിൽ പെടാത്തത്ര ചെറുതാണ്. സം ഓർഗാനിസംസ് ആർ മെയ്ഡ് ഓഫ് ഓൺലി വൺ സെൽ. ദ സെൽ ഈസ് എൻക്ലോസ്ഡ് ബൈ എ തിൻ ഔട്ടർ ബൗണ്ടറി കോൾഡ് ദ സെൽ മെംബ്രെയിൻ. Most cells have a distinct centrally located spherical structure called the nucleus. അപ്പം ചില ഓർഗാനിസത്തിന് ഒറ്റ സെല്ലേ ഉള്ളൂ, സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ഉണ്ട്. പക്ഷേ നമ്മൾ മനുഷ്യരൊക്കെ ആണെങ്കിലോ ഒരുപാട് സെൽസ് കൂടി ചേർന്നാണ് മനുഷ്യരൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ഉണ്ട്, ഒരുപാട് സെൽസ് കൂടി ചേർന്ന ഓർഗാനിസംസ് ആയതും ഉണ്ട്. ഈ സെല്ലെന്ന് പറയുന്നത് വളരെ ടൈനിയാണ്. ഈ സെൽസ് കൂടി ചേർന്നാൽ ടിഷ്യൂ ഉണ്ടാകും, ടിഷ്യൂസ് കൂടി ചേർന്നാൽ ഓർഗൻസ് ഉണ്ടാകും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കും. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് സെൽ എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. അല്ലാണ്ട് ടിഷ്യൂ, ഓർഗൻ എന്ന് പറയുന്ന ഇത്രയും വലിയ ടേംസ് ഒന്നും എടുത്ത് മനസ്സിലേക്ക് വെക്കണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തതേ ഉള്ളൂ. സെൽസ് കൂടി ചേർന്നാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്, ടിഷ്യൂസ് കൂടി ചേർന്ന് ഓർഗൻസ് ഉണ്ടാകുന്നു. അപ്പോൾ സെൽസ് എന്ന് പറഞ്ഞാൽ ടൈനി യൂണിറ്റാണ്. എങ്ങനെയാണ് ഒരു ബിൽഡിങ്ങിൽ ബ്രിക്ക്, അതുപോലെ തന്നെയാണ് ഒരു ലിവിങ് ഓർഗാനിസത്തിലെ സെല്ലെന്ന് പറയുന്നത്. സിംഗിൾ സെല്ല് ലിവിങ് ഓർഗാനിസംസും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സെൽസ് ഉള്ള ലിവിങ് ഓർഗാനിസംസും ഉണ്ട്. ഇനി നമ്മൾ സെല്ലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, സെല്ലിന് ചുറ്റും ഒരു തിന്നായിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. ഓക്കെ, ആ ബൗണ്ടറിയുടെ പേരാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു പ്ലേ ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ, ആ പ്ലേ ഗ്രൗണ്ടിന് ചുറ്റും വേലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കാണും അല്ലേ. അതിനെയാണ് നമ്മൾ ആ ഫീൽഡിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ സെല്ലിനും ഒരു തിന്നായിട്ടുള്ള ഔട്ടർ ബൗണ്ടറി ഉണ്ട്, അതിൻ്റെ പേരാണ് സെൽ മെംബ്രെയിൻ. Most cells have a distinct centrally located spherical structure called the nucleus. ഓക്കെ, ആ സ്പെറിക്കൽ സ്ട്രക്ചർ, ആ സെൻറ്ററിൽ കാണാൻ പറ്റുന്ന ആ സ്പെറിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ദ ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് കോൾഡ് സൈറ്റോപ്ലാസം. ഈ ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന ആ ജെല്ലി പോലത്തെ ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സെല്ല്. സെല്ലെന്ന് പറഞ്ഞാൽ ടൈനി യൂണിറ്റ്സ് ആണ്. അതിൻ്റെ പാർട്സ് ആയിട്ടുള്ള സെൽ മെംബ്രെയിനും സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഈ സെല്ലിനകത്ത് ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാരറ്റസ്, റൈബോസോംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്യാവശ്യം ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ്. ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നതാണ് സെൽസ്. ഈ സെൽസിൻ്റെ അത്യാവശ്യം കുറച്ച് സ്ട്രക്ചേഴ്സ്, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ഈ സ്ട്രക്ചേഴ്സ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. എന്താണെന്ന് സെല്ലെന്ന് ചോദിക്കാം, അതുപോലെ തന്നെ സെല്ല് വരയ്ക്കാനായിട്ട് ചോദിക്കാം, എന്നിട്ട് ഈ പോർഷൻസൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഓരോ പാർട്സും എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ സെല്ലെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കണം.
ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൂടെ ഷെയർ ചെയ്യുക.